ഹലോ എവരിവൺ. അപ്പോൾ നമ്മുടെ SSC GD എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 വർഷങ്ങൾ നമ്മൾ 10 മിനിറ്റ് കൊണ്ട് പഠിക്കാനായിട്ട് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന വർഷം എന്ന് പറയുന്നത് 1927 എന്ന് പറയുന്ന വർഷമാണ്. ഓക്കെ, അപ്പോൾ ഈ 1927ന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്യുന്ന വർഷം എന്നാണ് 1927ലാണ്. ഓക്കെ, അറിയുക. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്യുന്ന വർഷം എന്നാണ് ഡയറക്റ്റ്ലി ചോദിക്കും. അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്യുന്ന വർഷം എന്നാണ് അത് 1927ലാണെന്ന് മറക്കാതെ ഓർത്തുകൊള്ളുക. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്യുന്ന വർഷം എന്നാണ് 1927. തൊട്ടടുത്ത വർഷം എന്നാണ് 1928 അല്ലേ? തൊട്ടടുത്ത വർഷം എന്നാണ് 1928 BCCI ഫോം ചെയ്യുന്നു. ഓക്കെ, BCCI ഫോം ചെയ്യുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1928ലാണ്. അപ്പോൾ BCCIയുടെ ഫുൾ ഫോം കൂടി അറിയണം. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ വരുവേ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. BCCIയുടെ ഫുൾ ഫോം അറിയണം. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ് കേട്ടോ. ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ. BCCIയുടെ ഫുൾ ഫോം ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. BCCI ഫോം ചെയ്യുന്ന വർഷം എന്നാണ് 1928. ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യണം. BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. BCCIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിൽ. അപ്പോൾ 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്തു. 1928 BCCI ഫോം ചെയ്തു. തൊട്ടടുത്ത വർഷമായ 1929 ഓക്കെ, തൊട്ടടുത്ത വർഷമായ 1929 പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷമാണെന്ന് 1929. ഓക്കെ, തൊട്ടടുത്ത വർഷമായ 1929ലാണ് പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്ന വർഷം എന്നാണ് 1929. അപ്പോൾ 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ, 1928 BCCI ഫോം ചെയ്തു, 1929 പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തു. തൊട്ടടുത്ത വർഷമായ 1930 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു. ഓക്കെ, ഓർത്തിരിക്കുക, CV രാമൻ. ഓക്കെ, CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം. ഓക്കെ, CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 1930ലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഫോം ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ? ഇതിന്റെ കൂടെ ഒരു 10 years കൂടെ ആഡ് ചെയ്താൽ എന്തായിട്ട് മാറി? 1937 ആയിട്ട് മാറിയില്ലേ? 1927ന്റെ കൂടെ ഒരു 2 വർഷം കൂടി ആഡ് ചെയ്താൽ ഒരു 10 വർഷം കൂടി ആഡ് ചെയ്താൽ എന്തായിട്ട് മാറി? അത് 1937 ആയിട്ട് മാറി. 1937ലാണ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫോം ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടേ. അപ്പൊ 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ഒരു 10 years കൂടി ആഡ് ചെയ്താൽ 1937 ആയിട്ട് മാറി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഫോം ചെയ്യുന്നത് എന്നാണ്? 1937. ഇത് കൂടാതെ വളരെ സിമ്പിൾ ആയിട്ട് 2 വർഷം കൂടെ നമുക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, 1894 എന്ന് പറയുന്ന വർഷം. എന്താണ് 1894 എന്ന് പറയുന്ന വർഷം? ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്നു. IOC ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? 1894ലാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. 1894ലാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഈ 2 നമ്പേഴ്സിനെ ഇന്റർചേഞ്ച് ചെയ്താലോ എന്തായിട്ട് മാറി? അത് 1984 ആയിട്ട് മാറിയില്ലേ? അപ്പൊ 1894 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്തു. അത് 1984 ആകുമ്പോഴത്തേക്ക് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്നു. ഓക്കെ, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്ത വർഷം എന്നാണെന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്താണ്? അത് 1984ലാണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് എന്താണ്? 1984. സോ ഈ 7 വർഷങ്ങളും ഓക്കെ ആണെങ്കിലോ? ഫൈനലി ഒന്നുകൂടി പറഞ്ഞുതരാം. 1927ലാണെങ്കിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. തൊട്ടടുത്ത വർഷമായ 1928 BCCI ഫോം ചെയ്യുന്നു. 1929 പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്യുന്നു. 1930 CV രാമന് ഫിസിക്സിന് നോബൽ പ്രൈസ് ലഭിക്കുന്നു. സോ അത്ര വർഷങ്ങൾ ഓർഡർലി ഓർത്തിരുന്നു. 1927ലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. ഒരു 10 years കൂടി ആഡ് ചെയ്താൽ 1937 ആയിട്ട് മാറി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ എന്നാണ്? 1937ലാണ്. പിന്നീട് ഓർക്കേണ്ടത് 1894ഉം അതുപോലെ തന്നെ 1984ഉം. 1894ലാണെങ്കിൽ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഫോം ചെയ്യുന്നു. ദെൻ 2 നമ്പറിനെ ഇന്റർചേഞ്ച് ചെയ്താൽ 1984 ആയിട്ട് മാറി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഫോം ചെയ്യുന്ന വർഷം എന്നാണ്? 1984ലാണ്. ഓക്കെ, അപ്പൊ ഇത്രയും വർഷങ്ങൾ എന്ത് ചെയ്യുക? പ്രോപ്പർലി ഓർത്തിരിക്കുക. ഓക്കെ, ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പിൽ SSC GDയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ ഈ ലൈവ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ ഫാക്കൽറ്റീസുമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും.
ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ടൈമിൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡഡ് വേർഷൻസും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ടിൻ്റെ PDF ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കൂടാതെ തന്നെ എക്സ്ട്രാ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് മാത്രമല്ല നിങ്ങളെ പഠിത്തത്തിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.